ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ടോപ്പ് ടെക്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പെരിമെൻ്റൊക്കെ ഒന്ന് മാറ്റി വെച്ച് ചില പരീക്ഷണങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ കുക്കിങ്ങിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിത് കാണുന്നത്. നമ്മൾ വിറകൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ചെയ്യുന്നതിൽ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു കാര്യം അല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബക്കറ്റ് ചിക്കൻ പ്രോ. യെസ്, എല്ലാവർക്കും ഈ ഫ്രീ ഫയർ കളിക്കുന്നുണ്ട് പ്രോ എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ബക്കറ്റ് ചിക്കൻ പ്രോ. സാധാരണ ബക്കറ്റ് ചിക്കനേക്കാളും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്മൾ ഈ ബക്കറ്റ് ചിക്കൻ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്, നമ്മുടേതായ രീതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നു പോയാലോ? വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ബക്കറ്റ് ചിക്കനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പണിയിലേക്ക് പോകാം. നല്ലതുപോലെ കല്ലുപ്പോ മറ്റു ഉപ്പോ ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കുക. ഈ അടിഭാഗമൊക്കെ നല്ലോണം കഴുകിയെടുക്കുക. അതിൻ്റെ രക്തത്തിൻ്റെ ആ ചവയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ്. ഒരു 5-6 ബക്കറ്റ് വെള്ളത്തിൽ നല്ലോണം കഴുകുന്നത് നല്ലതായിരിക്കും. ചിക്കനൊക്കെ കഴുകി വൃത്തിയായിട്ടുണ്ട്. നോക്കിക്കാൻ നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പിച്ചാത്തി ഉപയോഗിച്ച് നല്ലതുപോലെ ഇത് വരയിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് നല്ലോണം വേവില്ല. ഈ മസാല ഒക്കെ നല്ലോണം പിടിക്കണമെങ്കിൽ നല്ലോണം വരഞ്ഞ് തന്നെ കൊടുക്കണം. കണ്ടില്ലേ, ഇച്ചിരി അടുപ്പിച്ച് നല്ലതുപോലെ വരഞ്ഞിട്ട് കൊടുക്കുക. എന്നാലും നമ്മൾ ഈ ഉപയോഗിക്കുന്ന മസാലക്കൂട്ടെല്ലാം നമുക്ക് ഇതിനകത്ത് പിടിച്ച് നല്ല രീതിയിൽ നമുക്കിത് മൊരിഞ്ഞ് കിട്ടുള്ളൂ. നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ നെഞ്ചും അതേപോലെ തന്നെ കാലും അതെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് മുറിച്ചെടുക്കുക. ഗൈസ്, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് നല്ലോണം വരയിട്ട് നല്ലോണം കുട്ടപ്പനാകിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവനെ നമുക്ക് കൊളുത്തിട്ട് ഒന്ന് പൊക്കി നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ മുളയിലല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് നമ്മളൊരു കൊളുത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൊളുത്തി തൂക്കി നമ്മൾ വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കൊളുത്ത് സെറ്റാക്കി എടുക്കണ്ടില്ലേ, റൗണ്ട് ഷേപ്പിലുള്ള ഒരു കൊളുത്താണ് നമ്മൾ സെറ്റാക്കിയത്. ഇത് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഇറക്കി നമ്മുടെ കാലിൻ്റെ വശത്തു കൂടെ ഒരു കമ്പി ഇറക്കി വിടുമ്പോൾ ഇത് തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മളത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗൈസ്, ഇനി നമ്മൾ കമ്പി കയറ്റുകയാണ്. കൈൻ്റെ ഭാഗത്തോടെ മാക്സിമം കമ്പി കയറ്റാൻ നോക്കുക. അതാകുമ്പോൾ നമുക്ക് കൊളുത്ത് നല്ലതുപോലെ ഇടാൻ പറ്റും. നമ്മൾ ഈ കൊളുത്ത് കൂടെ ഇങ്ങനെ ഈ രീതിയിൽ അപ്പുറത്തെ വശത്തേക്ക് നല്ലതുപോലെ കയറ്റി കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് തൂക്കിയിട്ട് വേണം നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കാനുള്ളത്. ഗൈസ് ഉണ്ട്, ഇതേപോലെ നമുക്ക് തൂക്കി ഇടാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് കാലിൻ്റെ ഭാഗവും നമുക്ക് കെട്ടാനുണ്ട്. കാണണ്ടേ, ഇതേപോലെ നമുക്ക് കെട്ടി വെക്കേണ്ടതുണ്ട്. കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വേവിക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ നമ്മുടെ കാല് പൊഴുതടിച്ച് പോവും. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു കമ്പി ഉപയോഗിച്ച് നമുക്ക് നല്ലവണ്ണം മുറുക്കി കൊടുക്കാം. നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ, കാല് വിട്ടു പോകാത്ത രീതിയിൽ ഇതേപോലെ കമ്പി നല്ലോണം മുറുക്കി കൊടുക്കുക. ഗായ്സ്, നമ്മൾ ഇതിനകത്ത് വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല, മറിച്ച് നമ്മൾ നാരങ്ങയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നാരങ്ങ നല്ലോണം പിഴിഞ്ഞു പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് പ്രത്യേക രീതിയിലുള്ള രുചിയായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഇച്ചിരി നല്ല 2 നാരങ്ങ എടുത്ത് നല്ലോണം എല്ലാ ഭാഗത്തേക്കൊന്ന് പുരട്ടി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ പിഴിഞ്ഞു കൊടുക്കുക. ഗായ്സ്, നമുക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബട്ടർ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നല്ലതൊന്ന് കുഴച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി, അതേപോലെ തന്നെ ഗരം മസാല ഇവിടെ ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. നല്ലതുപോലെ കുഴഞ്ഞെടുക്കുക, പുരട്ടാൻ പറ്റിയ രീതിയിൽ. അതിനകത്ത് നമുക്ക് കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്യാം. ആവശ്യത്തിന് എത്രത്തോളം എരിവ് ആ രീതിക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ പുരട്ടിയെടുക്കുക.
ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയോടെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതോടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന ഈ കൂട്ട് നമുക്ക് ചിക്കനിലോട്ട് ആഡ് ചെയ്യാനുണ്ട്. നല്ലതുപോലെ ഒരു ദാക്ഷിണ്യം കൂടാതെ നല്ലതുപോലെ തേച്ച് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കമ്പി കുത്തിച്ചേരാതിരിക്കുക എന്നുള്ളതാണ്. കമ്പി കുത്തിക്കയറിയാൽ അതിനുള്ള ഇതൊന്നും നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ചെയ്യുക. നല്ലതുപോലെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തുല്യമായ രീതിയിൽ കൂട്ട് ചേരുന്ന രീതിയിൽ നല്ലതുപോലെ തേച്ച് കൊടുക്കുക. ചിക്കനൊക്കെ ഒരു 2.5 മണിക്കൂർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല റെഡി ആയിട്ടുണ്ട്. മണത്ത് ഹൂക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കുത്തി നിർത്തിയല്ല നമ്മൾ വയ്ക്കുന്നത്, മറിച്ച് നമ്മൾ ഇറച്ചി നമ്മൾ ഇതിനകത്ത് കെട്ടി തൂക്കിയാണ് ഇടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഹോളും അതേപോലെ തന്നെ ഹൂക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കുന്ന പരിപാടിയിലോട്ട് പോയാലോ? അതിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ അടുപ്പെല്ലാം നമ്മൾ കൂട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വെറുതെ നമ്മൾ ഇറച്ചി ഇതിനകത്ത് വെക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് നമ്മൾ മെറ്റിൽ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്ന കുറച്ച് മെറ്റലുണ്ട്. വേണ്ട ഒരു പാത്രം നിറച്ചുണ്ട്. നമുക്കിനി അത് ഇതിനകത്തോട്ട് ഇടാം. ഇത് എന്തിനാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നതെന്ന് വെച്ചാൽ ഈ ചിക്കൻ കൺട്രോൾ ചെയ്യാൻ. ചിക്കൻ മാത്രമേ കരിഞ്ഞു പോവാതെ ഇതിന്റെ ഹീറ്റ് നല്ലോണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് മെറ്റിൽ ചേർക്കുന്നത്. മെറ്റിൽ നമുക്ക് ഇതിനകത്ത് ആദ്യമായിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നല്ലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം അല്ലേ? നമുക്ക് ഇനി അതിലുള്ള പരിപാടിയിലേക്ക് പോകാം. അത്ര മതിയോ? പിന്നെ മൊത്തം എടുത്തല്ലേ മൊത്തം. ഗായ്സ് നമുക്ക് കണ്ട നെറ്റിലൊക്കെ ഇപ്പോൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. യെസ്. ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഹൂക്കൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ഹാങ് ചെയ്ത് കൊടുക്കാം. ഹാങ് ആയിട്ടുണ്ട്. നൈസിനൊന്ന് വെച്ച് കൊടുക്കുക. ഗായ്സ് അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഓട്ട എങ്ങനെ അടയ്ക്കാമെന്നുള്ളതല്ലേ? അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ചെയ്യുന്നത് ഒരു സവാള, ചെറിയ ഒരു സവാളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വേണ്ട ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. പെർമനന്റ് അടച്ചു വെക്കണ്ട, ടെമ്പററി ആയിട്ട് അടച്ചു വെച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൂടെ കൂടെ നോക്കേണ്ടതാണ്. ഇത് കരിയുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പൊ നമ്മളെ ഇറച്ചിയൊക്കെ വെന്തോ നമ്മൾ നോക്കാൻ പോവാണ്. വെന്തിട്ടുണ്ട് ഗായ്സ്, വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഗായ്സ് അതേപോലെ തന്നെ നമുക്കിനി അതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയും വയനയിലയാണ്. നമുക്ക് വയനയിലയും കറിവേപ്പിലയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ചെറുതായിട്ട് നമ്മുടെ ഇപ്പൊ എല്ലാ ശ്രമം വിജയിച്ചിരിക്കുകയാണ്. വേണ്ട ബക്കറ്റ് ചിക്കൻ പ്രോ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ചാഞ്ചലം കരുതി വെച്ചിട്ടുണ്ടല്ലേ, ഉണ്ട്, ബ്രെഡ് ഉണ്ട്, സവാള ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി എന്ന് പറയുന്നത് നമ്മുടെ ചടങ്ങിനോട് കടക്കുക എന്നുള്ളതാണ്. ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് കുറച്ച് ബ്രെഡ് അങ്ങോട്ട് എടുത്തിട്ട് ബ്രെഡിലോട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഒരു സവാള എടുക്കുക, വീണ്ടും ഒരു ഇത്തിരി എന്തുവാ ചിക്കൻ എടുക്കുക, ഒന്ന് പൊതിയുക. ജ്യൂസ് തീർന്നു. ആ കറിയിപ്പനയുടെയും ഞവലാണെങ്കിൽ ആ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. ഈ കാലിലുള്ള ഭാഗമാണ് നമ്മൾ കഴിക്കാൻ ഇച്ചിരി നല്ലതല്ലേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഇതേപോലത്തെ വീഡിയോക്കായി നിങ്ങൾ ആദ്യം തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഞെക്കിയിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ ഇടുക. അപ്പം ഇത്രയല്ലേ ഇനി അത് നമ്മുടെ വലിയൊരു പണി നടക്കുകയാണ്. ഇത് തിന്ന് തീർക്കണം. അതേപോലെ തന്നെ ഒത്തിരി പിള്ളേർ സെറ്റാക്കി നമ്മളെ തിന്നാൻ വേണ്ടി നമ്മളിവിടെ വന്നിട്ടുണ്ട് അല്ലേ മക്കളെ? ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിളിക്കാനുള്ള ഇവിടെ പാചകത്തിന്റെ ഒക്കെ ഇച്ചിരി കൂട്ടുകാരൊക്കെ അറിയാവുന്ന ഒരാളുണ്ട്. അപ്പൊ അമ്മ അവരെയൊന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വരാന്നാണ് പറഞ്ഞത്. അപ്പം വരും. ഇനി അവരുടെ ഇതോടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പൊ ശരി.